ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഒരു ഈദ് സ്പെഷ്യലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് ഈ ഒരു ഹിജാബ് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കറിയത് കറക്റ്റായിട്ടില്ല എന്ന് അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണം, അതുകൊണ്ടാണത്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്റ്റാറ്റസായിട്ട് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം എന്തോരം റെസ്പോൺസ് ആണെന്ന് തോന്നിയത്. ഒരുപാട് കുട്ടികൾ എനിക്ക് പറഞ്ഞു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെ പിന്നൂത്തനം ചേച്ചി ഇവിടെ ഇത് ചെയ്യണം. ഒരുപാട് അയ്യോ താങ്ക് യു സോ മച്ച്. ആ മെസ്സേജ് എല്ലാവരും. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര കളർഫുള്ളൊന്നും അല്ല കേട്ടോ. നമ്മൾ നോർമലി എങ്ങനെയാണോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചെയ്യുക അതേപോലെ. ഒത്തിരി മേക്കപ്പൊന്നും ഇല്ല, ജസ്റ്റ് വെറുതെ മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യമേ മോയ്സ്ചറൈസിങ് മസ്റ്റാണ്. മോയ്സ്ചറൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫേസ് പെട്ടെന്ന് ഭയങ്കര ഡ്രൈ ആയി പോകുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഏജിങ് ആവും, ഭയങ്കര ചുളിവുകളൊക്കെ വരും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക. മുഖം മാത്രമില്ല, നമ്മുടെ കഴുത്തും കൂടെ മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൈമർ എല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റായിട്ട് ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ഗാർണിയറിൻ്റെ BB ക്രീമാണ്. അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഗാർണിയറിൻ്റെ BB ക്രീം നമുക്ക് കുറച്ച് ഒരുപാട് ഫെയർ അല്ലാത്ത ആളുകൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നൊരു ക്രീമാട്ടോ ഇത്. പിന്നെ ഇത് കുറച്ച് ഓയിലിംഗ് ആണ്. അപ്പോൾ ഒരു സെറ്റിംഗ് പൗഡർ എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്യണം. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരുപാട് പേരുടെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അങ്ങനെ ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഓയിലിംഗ് ആണ്. നന്നായി ഇങ്ങനെ ഒരു ഗ്ലേസിനെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഞാനിത് ഇങ്ങനെ ഒന്ന് ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. പക്ഷെ അതിലും നല്ലത് കൈകൊണ്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കൈകൊണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറേ കൂടി ഒന്ന് കവറേജ് കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണില്ലേ, കൈകൊണ്ട് ചെയ്യുമ്പോൾ കുറേ കൂടി ഒന്ന് കവറേജ് ഉണ്ട്. മറ്റേത് ചെയ്യുമ്പോൾ പെട്ടെന്ന് രണ്ടാമത് ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ BB ക്രീം CC ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ കൂടി കവറേജും കിട്ടും, ബ്ലെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ സ്കിൻ കളറുമായിട്ട് അത് മാച്ച് ചെയ്യിപ്പിക്കണം. എന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് സ്കിന്നിൻ്റെ കളറ് നമ്മൾ ഇട്ടിരിക്കുന്ന ക്രീമിൻ്റെ കളറും സെയിം ആയിട്ട് ഫീൽ ചെയ്യണം. അതുവരെ അങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫേസിന് ഒരു ഫിനിഷ് ഉണ്ടാവും, ഒരു ബേസായിട്ട് നന്നേ ഒരു നന്ന രസമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടും യോജിപ്പിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നെക്ക് പോർഷൻ വിട്ടുപോരുന്നില്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ മാത്രം വേറെ കളറും ഫേസിൻ്റെ അവിടെ വേറെ കളറായിരിക്കും. പിന്നെ ചെവിയും കൂടെ ചെയ്യണം. പക്ഷെ ഞാൻ ചെവിയിൽ അങ്ങനെ ചെയ്യാറില്ല. ചെവിയും കൂടി ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു കവറേജിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്യണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് നല്ലൊരു കവറേജ് ഒന്നും കിട്ടില്ല, എന്നാലും നന്നായിട്ട് അത്യാവശ്യം രീതിയിൽ കവറേജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ വെളിയിലൊന്നും ഇറങ്ങുമ്പോൾ ആരും എന്തായാലും പുട്ടീന്നൊന്നും വിളിക്കില്ല, അതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നന്നായിട്ട് അതേ പ്ലേസിൽ തന്നെ ഇരിക്കും. നല്ല ഒരു ഹൈലൈറ്റിങ് എഫക്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടെ ഒരു ലൂസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ടോണിൻ്റെ പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ എന്താണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ അതെൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ താഴെ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യും മാത്രമല്ല ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് എടുത്ത് നിൽക്കും, നമ്മുടെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് ഇങ്ങനെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് ആ സെറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അത്ര വൃത്തികേട് ഉണ്ടാവില്ല. നമ്മൾ ബ്ലാക്ക് എഴുതുന്ന അത്രയും വൃത്തികേട് ഉണ്ടാവില്ല. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ഈ ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുരികത്തിൻ്റെ കളർ ബ്രൗൺ ആയി പോകുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ വെറുതെ പറഞ്ഞാണ്. അങ്ങനെ ബ്രൗൺ ആയി പോകുന്നില്ല. നമുക്ക് ആ ഒരു വൃത്തികേട് അറിയാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഒരു എന്താ പറയുക ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ തന്നെ സ്പൂലി ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് ചീപ്പ് പോലത്തെ സംഭവം കിട്ടും. അത് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ എന്താ പറയുക അതൊന്ന് ആ റോമൊക്കെ ഉണ്ടല്ലോ ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈവൻ ആയിട്ടുണ്ടാവും. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഫുൾ പുരികത്തിലോട്ടായിട്ട് നല്ല ഒരു ഈവൻ ലുക്കായിട്ടുണ്ടാവും. ഒരു അൺഇവൻ ആയിട്ടുണ്ടാവില്ല, ഈവൻ ലുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത്ര വൃത്തിയോടെ ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സ്പൂല് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എന്നോട് കുറേ പേര് ലൈവിൽ വരണം എന്ന് പറഞ്ഞായിരുന്നു. ലൈവിൽ ഞാൻ വരാട്ടോ. എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാമല്ലോ, ഞാൻ ഇന്ന ദിവസം ഇന്ന ടൈമിലാണ് വരികയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് അടുത്ത് തന്നെ കിട്ടുമായിരിക്കും. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ലൈവ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ മേക്കപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിയേറ്റിവിറ്റി ആട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഫസ്റ്റ് ഇങ്ങനെ പ്രൈം ചെയ്യണം, പിന്നെ മോയ്സ്ചറൈസ് ചെയ്യണം, പിന്നെ നമുക്കിങ്ങനെ ബേസായിട്ട് ഫൗണ്ടേഷൻ, BB ക്രീം, CC ക്രീമൊക്കെ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാം. അല്ലാണ്ട് എങ്ങനെയാണ് നമ്മളെ കാണാൻ നന്നായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അതൊരു ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മൾ കണ്ണ് ഇപ്പോൾ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ വാലിട്ട് കൊടുക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ അകത്തോട്ട്, അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് മാറ്റാം. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെടുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ട് അത് ബോറാണെന്നോ ചീത്തയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ സൗന്ദര്യം ഓരോരുത്തരുടെ കണ്ണിലല്ലേ ഇരിക്കുക. അപ്പോൾ അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരോ ക്രിയേറ്റിവിറ്റിയാണ് മേക്കപ്പ് എന്ന് വെച്ചാൽ. മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ടാലൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഐ ഷാഡോക്ക് പകരം നമുക്ക് കൺമഷി വേണമെച്ചാൽ യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരോ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഫേസിലിട്ടിരുന്ന ആ പൗഡർ ഇല്ലേ, അത് നന്നായിട്ട് കളയുക. അത് ഫുൾ നമ്മുടെ നെറ്റിയിലും കവിളിലും ഇപ്പോൾ വേറെ വേറെ കളറല്ലേ, അത് ഈവൻ കളറാവണം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് കറക്റ്റ് മാച്ച് ആവണം. അപ്പോൾ ആ രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്രഷ് വേണമെന്നില്ല, നമുക്ക് കൈ കൊണ്ടാണെങ്കിലും ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. കണ്ണിന് താഴെ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെ എഴുതുന്നുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മേബ്ലിൻ്റെ കൊളോസിൽ. ഞാൻ ഐറ്റംസൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അപ്പം നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് കണ്ണ് എഴുതി കൊടുക്കുക. കണ്ണിങ്ങനെ വലിച്ചെഴുതണത് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ നിങ്ങളങ്ങനെ വലിച്ചെഴുതണമെന്നില്ല, അല്ലാണ്ട് തന്നെ കണ്ണിൻ്റെ മേലെ എഴുതി കൊടുക്കുക. കുറച്ച് പാടായിരിക്കും, അത് സാരില്ല, എന്നാലും എഴുതി കൊടുക്കുക. പിന്നെ ഈ സെയിം കാജൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലാഷസ് ഇല്ലേ, കൺപീലിയിലും കൂടി ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അത് വേറെ മസ്കാര യൂസ് ചെയ്യുന്ന പോലെയല്ല, വേറൊരു ഭംഗിയായിട്ടുണ്ടാവും കാണാനായിട്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റായിട്ട് മസ്കാര യൂസ് ചെയ്ത് കൊടുക്കാം. മസ്കാര ഇടുമ്പോൾ കണ്ണിങ്ങനെ നന്നായിട്ട് വലിയതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു തവണ ഇട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് ലാഷസ് ഒക്കെ വെച്ചിരിക്കുന്ന പോലെ അത്രയും നന്നായിട്ടുണ്ടാവും കാണാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ലിപ്സ്റ്റിക്കാണ്. ഇത് ബെല്ല വോസ്റ്റയുടെ ഹിപ്നോട്ടിക് റോസ് ആണെന്ന് തോന്നുന്നു, 06 എന്നുള്ള ഷെയ്ഡിൽ. നല്ല സൂപ്പറാണ്. ഇതിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്കിന്നിലുള്ളവർക്കും ചേരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതെപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടാറുള്ളൂ. അത് അത്രയും നല്ല ലിപ്സ്റ്റിക്ക്, നമുക്കൊരു ബ്രൈറ്റായിട്ട് നമ്മുടെ കാണുമ്പോൾ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ടുണ്ടാകും, ഞാൻ തുടച്ചു കളയും കേട്ടോ. അത്രയും അങ്ങനെ ഇല്ല, അത്രയും ഞാൻ തുടച്ചു കളയും. അപ്പോൾ അത് തന്നെ ഞാൻ ബ്ലഷായിട്ടും കൂടെ യൂസ് ചെയ്യുകയാണ്. അത് ആ റെഡ് കളർ ആയതുകൊണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ഐബ്രോ പെൻസിൽ ബ്രൗൺ കളർ ആയതുകൊണ്ട് അത് വെച്ചിട്ടൊന്ന് കോണ്ടോർ ചെയ്യുകയാണ്. നമ്മുടെ മൂക്ക് ഇച്ചിരി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നീളം തോന്നിക്കാൻ വേണ്ടിയിട്ട് കോണ്ടോർ ചെയ്യാം. അതുപോലെ കവിളുള്ളവർക്ക് കവിളൊന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോണ്ടോർ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്മൾ വരച്ചിരിക്കുന്ന ആ വര കാണരുത്, അങ്ങനെ ബ്ലെൻഡാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് കോണ്ടോർ സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ലുക്ക് ഇങ്ങനെയാണത്. ഇത് ഞാൻ ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ചെയ്യാൻ മറന്നു പോയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഹിജാബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെറ്റിംഗ് സ്പ്രേ ചെയ്തത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ബ്യൂട്ടി DIY വീഡിയോസൊക്കെ വരാനിരിക്കുകയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വീഡിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.